എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു hscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് വഴി മെറിറ്റ് കോട്ടയുടെ ലിസ്റ്റും അതായത് മെറിറ്റ് കോട്ടയുടെ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRSY വിദ്യാർത്ഥികൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആ ഒരു റിസൾട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് റിസൾട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 20 വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് സ്പോർട്സ് കോട്ടയാണെങ്കിൽ ഈ ഒരു 20 വരെയും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണെങ്കിൽ 21 വരെയും അതുപോലെ മെറിറ്റ് കോട്ടയാണെങ്കിലും 21 വരെയുമാണ്. അതായത് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അതായത് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ ഈ ഒരു MRS അതായത് മൈനോറിറ്റിയിലെ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാലോ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 21 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ റിസൾട്ടാണ് അറിയുന്നത് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അതുപോലെ മുൻ അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ പുതിയൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോ ചേഞ്ച് വന്നിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും അതായത് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മുൻ അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും വരുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പുതിയൊരു സ്കൂളിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണോ അലോട്ട്മെൻ്റ് ആയിട്ട് ഉള്ളത് അതായത് എവിടെയാണോ നിങ്ങൾ ടെമ്പററി അഡ്മിഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുകയോ ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു 21 നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ആ ഒരു സീറ്റിലേക്കോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 21 വൈകുന്നേരം 5 മണി വരെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു 20 വൈകുന്നേരം 5 മണി വരെയും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നാലും ഇഷ്ടപ്പെട്ട സ്കൂൾ അല്ലെങ്കിലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.